പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവെ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയുടെ മാധ്യസ്ഥേൽപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകരെ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ, കോളേജിൽ പോകുന്നവരെ, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവതിരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. God infuse your spirit of power and grace. Thank you, Jesus. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നലെ ഞാനൊരു വചനം പറഞ്ഞില്ലേ, അപ്പം അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചില്ല. നമുക്കൊന്ന് വായിക്കാതെ റോമ 8:32. സ്വപുത്രനെ പോലും അടിപൊളി. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ക്രിസ്തുവിനെ നൽകിയത് ദാനമാണെന്നുള്ളത് അത് അണ്ടർസ്റ്റുഡാണ്. ഇനിയിപ്പോൾ പറയണത് എന്താണെന്നറിയാമോ? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലേ, നമ്മൾ ഈ സമസ്തവുമാണ് നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കുന്നതാണ് ആൾക്കാരുടെ ഒരു രീതി. സമസ്തവും നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കും. പക്ഷെ ആ നേടിയ സമസ്തവും ബൈബിൾ എന്താ പറയണത്? ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അതാ വിഷയം. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അതാ വിഷയം. അപ്പൊ ആൾക്കാരുടെ രീതി എന്ന് വെച്ചാൽ സമസ്തവും നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കും. ആ സമസ്തത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം. ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം. എന്നിട്ട് ഈ സമസ്തവും നേടിയാലും നീ യേശുക്രിസ്തുവിനെ ഒഴിവാക്കിയാൽ ആത്മാവ് നഷ്ടപ്പെടും. എന്ത് പ്രയോജനം? അതാണ് വിഷയം. അപ്പം നമ്മളെ നമ്മുടെ പോലുള്ള ഓപ്ഷൻ ഇതാണ്: സമസ്തം ഒഴിവാക്കുക, യേശുക്രിസ്തുവിനെ നേടുക. അവിടെ സമസ്തം ഒഴിവാക്കുന്ന ഒരു രീതി പൗലോസ് പറയും, യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എല്ലാം കുപ്പയായിട്ട് കരുതണം എന്ന് പറയും. ഫിലിപ്പിയർ 3:8. ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ വേസ്റ്റായിട്ട് കരുതുകയുമാണ്. അപ്പോഴേ അവനില്ലാത്ത എല്ലാ സംഭവത്തെയും ബൈബിള് വേസ്റ്റ് എന്ന വാക്കുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ സമസ്തവും ചില സമയത്ത് വേസ്റ്റിന്റെ മറ്റൊരു വാക്കായിട്ട് മാറും. അത് ഈ ക്രിസ്തു അവിടെ ഒരു കക്ഷിയല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാലേ ഇതെല്ലാം ഒരു പാസ്വേഡ് ഉണ്ടാകുന്നൊരു വിഷയമാണ്. ഇപ്പം ചില ആപ്പൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിലും, ഇപ്പം തന്നെ ചിലരുടെ മൊബൈൽ നമ്മൾ തുറക്കണമെങ്കിലും ഒക്കെ ആ മൊബൈലിൻ്റെ പാസ്വേഡ് ഇല്ലേ, അതുപോലെ തന്നെയാണ് എല്ലാത്തിനും പാസ്വേഡ് ഉണ്ട്. വഴിയെ പോണ അവർക്ക് ആർക്കും ചവിട്ടി കയറാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും. അതുപോലെ തന്നെയാണ്
പല വചനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, സത്യസന്ധമായിട്ട് ക്രിസ്തുവിനെ ആഗ്രഹിക്കണം. പരമപിതാവ് ക്രിസ്തുവിനെ നമുക്ക് തരുന്നതിന് ഒരു പഞ്ഞവുമില്ല. കാര്യം ഒന്നും കരുതി വെക്കാതെ ക്രിസ്തുവിനെ നമുക്ക് തന്നതാണ്. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ, നമുക്കൊരു വിഷയമുണ്ടല്ലോ, ഇപ്പോൾ ഒന്നും വേണ്ട, ബ്ലോക്കിൽ നിന്ന് 10 കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചാൽ പോലും അവർ വന്ന് ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ നോക്കും. ആ കോഴിക്കുഞ്ഞ് ഇവിടെ വളരാൻ പറ്റിയ സാഹചര്യം ഉണ്ടോ, അതിന് കൂടുണ്ടോ, മറ്റു തരത്തിലുള്ള ഇത് ട്രെയിൻ ചെയ്യുന്ന, അത് കൈകാര്യം ചെയ്യുന്നവർക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ്, എഡ്യൂക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവർ സെമിനാറൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എടുക്കുന്നത്. അപ്പം ലോകത്തിലുള്ള വിഷയങ്ങൾ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ക്രിസ്തുവിനെ പിതാവിൻ്റെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി പിതാവ് ക്രിസ്തു നിങ്ങളിൽ വളർന്നു വരാൻ വേണ്ടിയുള്ള പൊതുപരിസരം ഉണ്ടാക്കാൻ പറയും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഞാൻ ഇപ്പം മറ്റുള്ളവരുടെ ശത്രുത, ചില ആൾക്കാർ ശത്രുത വെച്ചുകൊണ്ടിരിക്കത്തില്ലേ, അപ്പം ക്രിസ്തു വളരത്തില്ല. ചിലടത്ത് പക വെച്ചുകൊണ്ടിരിക്കത്തില്ലേ, ക്രിസ്തു വളരത്തില്ല. ചില ദുശ്ശീലങ്ങൾ, അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അപ്പം അത് വെച്ചുകൊണ്ടിരിക്കത്തില്ലേ. അപ്പം അതിന് ഒന്നാം സ്ഥാനം കിട്ടത്തില്ല. ഈ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ക്രിസ്തുവിനെ പരമപിതാവ് നമുക്ക് തരുമെന്ന് ഒരു ഉറപ്പുമില്ല. അത് തന്നെയല്ല, ക്രിസ്തു നമ്മളിൽ വളർന്നു വരാൻ സാധ്യതയില്ലെങ്കിലും ക്രിസ്തുവിനെ കിട്ടാൻ മാർഗമില്ല. ഇത് എല്ലാ മതങ്ങളെപ്പോലെ ഒരു മതമല്ല ഇത്. ഞാൻ 40 കൊല്ലം പൗരോഹിത്യവും 15 കൊല്ലം വിശ്വാസ ജീവിതവും കഴിഞ്ഞപ്പോൾ 40, 15, 55 കൊല്ലമാണ് ഞാൻ ഈ വിശ്വാസത്തെ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 15 കൊല്ലം, 10 കൊല്ലം, 50 കൊല്ലം, ഇപ്പം 50 കൊല്ലമായി. 1/2 നൂറ്റാണ്ടാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അറിവുകേട് വന്നാൽ എനിക്ക് അത്ഭുതപ്പെടാനില്ല. കാര്യം ഞാൻ 50 കൊല്ലം ഈ വിഷയത്തിൽ ട്രെയിൻ കിട്ടിയ ആളാണ്. 10 കൊല്ലം സെമിനാരിയിലും 40 കൊല്ലം ഫീൽഡിലും ജീവിച്ചതിന് ശേഷം ആണ് ഞാനിത് പറയണത്. അപ്പോൾ എന്നെ നിങ്ങൾ ആ രീതി മനസ്സിലാക്കിയാൽ മതി. പക്ഷേ എൻ്റെ മക്കൾ എന്താ വിഷയത്തിൽ ഞാൻ പകർന്നു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പാസ്വേഡുകൾ നോക്കിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ കപ്പാസിറ്റി അനുസരിച്ച്, ഓരോരുത്തരും അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച്, ദൈവം പണ്ടും അങ്ങനെയാണ്, അവരവരുടെ കഴിവനുസരിച്ചെന്നാണ് പറയണത്. കഴിവനുസരിച്ച് ഒരാൾക്ക് 10 താലന്തും, ഒരാൾക്ക് 5 താലന്തും, ഒരാൾക്ക് 2 താലന്തും അങ്ങനെ കൊടുക്കും. അത് പക്ഷേ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. അനുഗ്രഹം. ഞാൻ OET പാസ്സായതാണ്. ഞാൻ 2020 ജനുവരിയിലാണ് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 3 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തു. ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും നാട്ടിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ OETക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. 3 പ്രാവശ്യം എക്സാം എഴുതി, കിട്ടിയില്ലായിരുന്നു. ഞാൻ റിവാലുവേഷന് കൊടുത്തു, ഒരു മാർക്ക് പോലും എനിക്ക് ചേഞ്ച് വന്നിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ റിസൈൻ ചെയ്ത് വന്ന് ജനുവരിയിൽ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മാർച്ച് 7 എക്സാമിന് ഡേറ്റും എടുത്തായിരുന്നു, ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ. അപ്പം എക്സാമിന് ഡേറ്റ് എടുത്തു. എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് റൈറ്റിംഗ് പിന്നെയും പോയായിരുന്നു. അപ്പം ആ സമയത്താണ് കൊറോണ വന്നതും ലോക്ക്ഡൗൺ ആവുകയും പിന്നീട് ഒരു എക്സാം എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അന്ന് ക്ലാസ്സുകളൊന്നും നടക്കുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ റിവാലുവേഷന് കൊടുത്തപ്പം മാതാവ് എനിക്ക് C ഗ്രേഡിൽ നിന്നും 290 ആയിരുന്ന മാർക്ക് എനിക്ക് 360 ആയിട്ട് മാതാവ് എനിക്ക് കൂട്ടി തരികയും
ചേഞ്ചായിട്ട് എനിക്ക് അയർലൻഡ് സ്കോർ ലഭിക്കുകയും ചെയ്തു. അവിടെ നിന്നും പേപ്പർ വർക്ക് ചെയ്യുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കൊറോണ കാരണം ഞങ്ങൾക്ക് പേപ്പറെല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു പേപ്പർ മിസ്സാവുകയും ഇടയ്ക്ക് പേപ്പറുകൾ ഡിലേ വരികയും ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ പേപ്പർ അവിടെ എത്തിയെന്ന് പറഞ്ഞ് അവരെനിക്ക് മെയിൽ ചെയ്യുകയും ഡിസംബറിൽ എൻ്റെ DL വരികയും ചെയ്തു. അതിനുശേഷം ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇൻ്റർവ്യൂ പാസ്സാവുകയും 2021 ജൂണിൽ ഞാൻ അയർലൻഡിലെത്തി. ഇപ്പോൾ 1.5 വർഷമായിട്ട് അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും 6 മാസത്തിന് ശേഷം അവിടെ വന്ന് ഹസ്ബൻഡിനും ജോലി കിട്ടി. ഇപ്പോൾ ഒരു കുഴപ്പവും കൂടാതെ മാതാവ് തന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് 2 ആങ്ങളമാരാണുള്ളത്. അതിൽ ഒരാങ്ങളയ്ക്ക് ചെറിയ സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു, സോറിയാസിസ് പോലത്തെ ഒരു രോഗം. പക്ഷേ അത് അവന് ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ മാത്രമായിരുന്നു ട്രിഗർ ആവുന്നത്. പക്ഷേ മാതാവിനോട് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവൻ ആ അസുഖത്തിൻ്റെ ആയിട്ടുള്ള ഒരു ലക്ഷണവും കാണിക്കുന്നില്ല. എൻ്റെ അമ്മയ്ക്കും അതുപോലെ കാലിന് ചെറിയൊരു രോഗം, ഈ സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ പൂർണ്ണമായും മാറ്റി. അമ്മയ്ക്ക് നടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പം. മൂന്നാമതായിട്ട് എൻ്റെ ഇളയ ആങ്ങളയ്ക്ക് സപ്ലിയൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം അവൻ എത്ര ശ്രമിച്ചിട്ടും പാസ്സാവുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം അവൻ്റെ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ആവുകയും അവനിപ്പം മുമ്പോട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതും മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാലാമതായിട്ട് എൻ്റെ അച്ചാച്ചൻ്റെ അനിയനും ആൻറ്റിയും സെപ്പറേറ്റഡ് ആണ്. അവർക്കൊരു കുഞ്ഞുണ്ട്. അപ്പം ആ കുഞ്ഞ് അവരുമായിട്ട് ഞങ്ങൾ യാതൊരു കോണ്ടാക്റ്റും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ 26 വർഷത്തിന് ശേഷം അവനിപ്പോൾ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഞങ്ങളുമായിട്ട് നല്ല രീതിയിൽ യോജിച്ചു പോവുകയും ചെയ്യുന്നു. മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജൂഡി ബിനോജ്. ഇത് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ട്രീറ്റ്മെൻ്റ് എല്ലാം ഞങ്ങൾ തുടർന്നു. പള്ളികളിലുമൊക്കെ ഞങ്ങൾ നേർച്ചകളുമൊക്കെ ആയിട്ട് പോയി. 5-ാമത്തെ വർഷമായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും അമ്മയും കൂടെയാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഹസ്ബൻഡ് അന്നേരം ഗൾഫിലായിരുന്നു. ഞങ്ങളങ്ങനെ പിള്ളേരില്ലാഞ്ഞ കാരണം ഹസ്ബൻഡും അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ രാവിലെയും രാത്രിയിലുമുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലും. പക്ഷേ അത് മാത്രമാണ് ഉടമ്പടിയുടെ പ്രാർത്ഥന എന്ന് ഒരു മനസ്സിലായിരുന്നു. പക്ഷേ അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ പ്രാർത്ഥനകളും കാരുണ്യപ്രവർത്തികളും നമ്മളൊരു മനുഷ്യനായി മാറുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ എല്ലാം അത് ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല. ജസ്റ്റ് ഞാൻ ആ പ്രാർത്ഥനകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. തുടർന്ന് മുമ്പോട്ട് എനിക്ക് ഒരു കുഞ്ഞുങ്ങളുണ്ടാകാതെ ഇപ്പോൾ ഞാനത് ഉടമ്പടി പ്രാർത്ഥന എനിക്കൊരു ഫലവത്തായി തോന്നാഞ്ഞത് കൊണ്ട് ഞാനത് മുമ്പോട്ട് പോയില്ല. വീണ്ടും ഞങ്ങൾ സത്യത്തിൽ ഞാൻ ആ ഉടമ്പടി ഉഴപ്പി തന്നെ പോയി. പിന്നീട് ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ മുമ്പോട്ട് പോയി. പിന്നെ ഓരോ പള്ളികളിലൊക്കെ പോവും, പ്രാർത്ഥിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് 3 തവണ ഞാൻ പ്രഗ്നൻ്റായി. അപ്പോഴെല്ലാം ഒരു 3 മാസം ആകുന്നതിന് മുമ്പേ അതെല്ലാം അബോർഷനായിപ്പോയി. വീണ്ടും ഞങ്ങളങ്ങനെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോയി. എല്ലാം കഴിഞ്ഞിട്ടും ഒന്നും ആവാതെയായി. അവസാനം IVF ഒക്കെ ചെയ്തു. അവസാനം 10-ാമത്തെ വർഷത്തിൽ ഞങ്ങൾ ലാസ്റ്റത്തെ അറ്റംപ്റ്റാണ് IVF എന്നുള്ള രീതിയിൽ അതും ചെയ്തു. അതിലും പ്രതീക്ഷകളെല്ലാം പോയി. എല്ലാ ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ നിർത്തി. അവസാനം ഞങ്ങൾ മടുത്തു. അതോടെ ഇനി മുമ്പോട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങളുടെ മുമ്പിലില്ല, ഒരു പ്രതീക്ഷയില്ലാതെ ഞങ്ങൾ നിർത്തി. അതിനുശേഷം ഇനി ഒരു 3 മാസത്തേക്ക് ഒന്നും ഞാൻ നോക്കുന്നില്ല. ഇനി ഞാനൊരു നേഴ്സാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് കാരണം ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. എനിക്കിനി മുമ്പോട്ട് ഹസ്ബൻഡും ഉണ്ടായിരുന്നു, ജോലി റിസൈൻ ചെയ്തു. നാട്ടിൽ ചെറിയ ജോലികളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഞാനാണേലും ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു. അങ്ങനെ എനിക്ക് മുമ്പോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒന്നുകൂടെ ഉടമ്പടി എടുക്കുക, നീ കിട്ടും, നിനക്ക് ഉറപ്പായിട്ട് നീ ആ ഉടമ്പടി കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ആദ്യ ഉടമ്പടി എടുത്തിട്ട് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. ഇനി മുമ്പോട്ട് ഇനിയൊരു ഉടമ്പടി എടുത്താൽ എനിക്ക് കിട്ടുമോ ഇല്ലയോ, അതൊരു പ്രതീക്ഷയ്ക്കൊരു സംശയത്തിലോട്ട് ഞാൻ നിന്നു. എന്നാലും
എന്നെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഇതിനൊരു പരിഹാരം എനിക്കുള്ളൂ എന്നെനിക്കൊരു ഉറപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഹസ്ബൻഡും അമ്മയും കൂടെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആദ്യം ഞാൻ ആ ആദ്യത്തെ ഉടമ്പടിയുടെ ക്ലാസ് കൂടിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ എന്നാലും എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ അത് സാധിച്ചിരുന്നില്ല. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊന്നും ഞാൻ അത്രയും ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ ഇവിടെ എടുത്തപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ, നമ്മൾ ഒരു മനുഷ്യനായി മാറുക എന്നുള്ളത്, നമ്മളെ ജീവിതത്തിൽ എന്താണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് ദേഷ്യം, കലഹം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ പാടെ ഉപേക്ഷിച്ചാൽ മാത്രമേ എനിക്ക് നേടാനുള്ളത് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എനിക്കൊരു കുഞ്ഞിനെ കിട്ടണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് മാറി. കാര്യം ഞാൻ ദൈവത്തോട് അടുക്കാൻ തുടങ്ങി. കാര്യം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. അങ്ങനെ ജോലി റിസൈൻ ചെയ്ത കാരണം വീട്ടിൽ എല്ലാ ദിവസവും എനിക്ക് രാവിലെ പള്ളിയിൽ പോകാനും ഒക്കെ സാധിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന വേറൊരു കാര്യമായിരുന്നു എനിക്ക് ജോലി കിട്ടണമെന്നുള്ള. ആദ്യത്തേത് ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്നായിരുന്നു. എങ്കിലും രണ്ടാമത് ഞാൻ വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു ജോലി കിട്ടണമെന്നായിരുന്നു. ഞാൻ റിസൈൻ ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചെനിക്ക് വീണ്ടും ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സന്തോഷമായ കാര്യം, എനിക്ക് റിസൈൻ ചെയ്ത അതേ ഹോസ്പിറ്റലിൽ അതേ വാർഡിൽ തന്നെ എനിക്ക് വീണ്ടും കയറാൻ സാധിച്ചു. അപ്പം എനിക്ക് ആ വിഷമങ്ങളൊക്കെ ഞാൻ പയ്യെ മറന്നു തുടങ്ങി. എങ്കിലും ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഞങ്ങളെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണേലും ഒരു തുള്ളി ഉപ്പെടുത്ത് ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും വെള്ളത്തിൽ ആഡ് ചെയ്ത് ഞങ്ങൾ കുടിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി, കൂടുതൽ പള്ളികളിലെല്ലാം പോയി തുടങ്ങി. പക്ഷെ ഞാൻ ഒരു കുഞ്ഞിൻ്റെ കാര്യം ഞാൻ പാടെ മനസ്സിൽ നിന്ന് മറന്നു പോവുമായിരുന്നു. അതിൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ മറന്നു വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ തുടങ്ങി 1 മാസം കഴിഞ്ഞില്ല. ഞാൻ ജനുവരി 6-ാം തീയതിയാണ് രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ജനുവരി 6-ാം തീയതി ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 23-ാം തീയതി ഞാൻ പ്രഗ്നൻസി ചുമ്മാ ടെസ്റ്റ് ചെയ്തു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ടെസ്റ്റ് ചെയ്യിക്കുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കാതെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ആദ്യത്തെ 3 പ്രഗ്നൻ്റ് ആയത് ഇതുവരെ ഹാർട്ട് ബീറ്റ് ഒന്നും കേട്ടിരുന്നില്ല. പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റോടുകൂടി തന്നെയാണ് കുഞ്ഞിനെ സ്കാനിങ്ങിൽ കാണാൻ സാധിച്ചത്. എനിക്കത് വളരെ അത്ഭുതമായി തോന്നി. കാര്യം ഞാൻ ഇതുവരെ ഹാർട്ട് ബീറ്റ് 3 അബോർഷൻ ആയപ്പോഴും ഹാർട്ട് ബീറ്റ് ഇതുവരെ എനിക്ക് കേട്ടിരുന്നില്ല. എനിക്കത് ഹാർട്ട് ബീറ്റും കൂടെ കേട്ടപ്പോൾ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചെന്ന് ഉറപ്പായി എനിക്ക്. അങ്ങനെ തുടർന്ന് എല്ലാ ദിവസവും ഉടമ്പടി തൈലവും കാശുരൂപവും വെച്ച് ഞങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് ജോലിക്ക് പോകണോ, അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ടെൻഷനായി. അങ്ങനെ ജോലിക്ക് പോകണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ജോലിക്ക് പോകണോ അതോ ഞാൻ കുഞ്ഞിന് വേണ്ടി റെസ്റ്റ് എടുക്കണോ? അപ്പം ആ 4-ാമത്തെ ദിവസം ആയപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് സ്പോട്ടിങ് ആയി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ ബെഡ് റെസ്റ്റ് ആയിരുന്നു, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. 9 മാസം വരെ ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. തുടർന്നുള്ള തുടർന്ന് ബാക്കിയുള്ള ഉടമ്പടിയുടെ കാര്യങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോലെ എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോയി. 9 മാസം വരെ ഒരു കുഴപ്പവും കൂടാതെ അമ്മ എനിക്ക് കുഞ്ഞിനെ സെപ്റ്റംബർ 23-ാം തീയതി ഒരു കുഞ്ഞിനെ എനിക്ക് തന്ന ദൈവം അനുഗ്രഹിച്ചു. ഇതുവരെ ഒരു കുഴപ്പമില്ല. 5 മാസമായി. എനിക്ക് ആദ്യം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞാൻ വേറെ എവിടെയും പോവുകയുള്ളൂ, ഒരു ജോലിക്കാണേലും പോകത്തുള്ളൂ, അത് ഉറപ്പിച്ച കാര്യമായിരുന്നു. രണ്ടാമതൊരു ഉടമ്പടി വെച്ച് എന്നാൽ ചേച്ചിക്ക് ഹസ്ബൻഡിൻ്റെ പെങ്ങൾക്ക് കടമാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരമാകാൻ വേണ്ടി മാത്രം ഒരു വഴി ദൈവം തുറന്നു തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് ഒരു ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതിന് ചേച്ചിക്ക് ഒമാനിലേക്ക് ഒരു നഴ്സായിട്ട് ജോലി കിട്ടി. അത് ഞങ്ങളുടെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്.
എൻ്റെ പേര് ബീന ജോയ്, അതിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2020 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മകൾക്ക് ഒരു നല്ലൊരു ഭവനമില്ലായിരുന്നു. എന്നാൽ സർക്കാരിൽ നിന്ന് ഭവനം ലഭിക്കുമെന്ന് വിചാരിച്ച് 3 വർഷത്തോളം തറ കെട്ടിയിട്ട് കാത്തിരുന്നു. എന്നാൽ ഭവനം ലഭിച്ചില്ല. അതിനുശേഷം സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത് നല്ലൊരു ഭവനം പണിയുവാൻ സാധിച്ചു. ഭവനത്തെ അതിനുശേഷം എൻ്റെ മകളുടെ ഭർത്താവിന് ഇടത്തെ സൈഡിൽ ഒരു വേദന വന്നു. ഡോക്ടറെ കണ്ടു. മരുന്ന് 3 പ്രാവശ്യം പോയി ഡോക്ടറെ കണ്ടു. മരുന്ന് വാങ്ങിച്ച് കഴിച്ചു. ഡോക്ടർ പറഞ്ഞു നീർക്കെട്ടിൻ്റെയാണ് വേദന, അല്ലാതെ വേറൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ മകൻ്റെ നിർബന്ധപ്രകാരം സ്കാനിങ് ചെയ്യണമെന്ന് ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ മകൻ്റെ നിർബന്ധപ്രകാരം സ്കാനിങ് ചെയ്തു. അപ്പോൾ വയറ്റിൽ ഒരു മുഴയുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു CT സ്കാൻ ചെയ്തു നോക്ക് എന്ന് പറഞ്ഞ് CT സ്കാൻ ചെയ്തു. അപ്പോൾ വയറ്റിൽ കിഡ്നിയോട് ചേർന്ന് 15 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു മുഴ, അത് ട്യൂമറാണ് എന്ന് പറഞ്ഞു. എന്നാൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിഡ്നി അടക്കം ഓപ്പറേഷൻ ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കിഡ്നി ഒരെണ്ണം പോകും, ഓപ്പറേഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇത്രയും വലിപ്പമുണ്ടായിട്ടും ഇതുവരെ നിങ്ങൾ അറിഞ്ഞില്ലേ ഈ രോഗം വന്നത്? ഒരു ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മുടി കൊഴിച്ചലോ വേറെ ഭക്ഷണം കഴിക്കാതെ വരികയോ അങ്ങനെ ഒരു അസ്വസ്ഥതയും നിങ്ങൾക്ക് ഉണ്ടായില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു.